നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് റിട്ടയർഡ് അധ്യാപകനും പൊതുപ്രവർത്തകനും അതിലുപരി നാട്ടിലുള്ള സാമൂഹികമായ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായ കെട്ടിടത്തിൽ ശ്രീകുമാർ സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വേറിട്ട കൃഷി വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ സാക്ഷിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുമ്പ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങളെക്കുറിച്ച് അറിയാം. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീ ഗിരിജാകുമാരി പോരേടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. 2 മക്കളാണ് ഉള്ളത്. അവർ ഇരട്ടകളാണ്. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറിൻ്റെ കുട്ടികൾക്ക് അടുത്ത കാലത്ത് പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് എന്തോ പുരസ്കാരമൊക്കെ മേടിക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞതാണ്. നാട്ടിലങ്ങനെ അറിഞ്ഞിട്ടില്ല. എന്താ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ബഹുമാന്യരെ, പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ക്വിസ് പ്രോഗ്രാമിൽ 1ാം സ്ഥാനത്തെത്തുകയും എൻ്റെ ഇരട്ടയിൽ 2ാമനായ ശ്രീഹരിക്ക് ഡൽഹിയിൽ പോകുവാനും വിവിധ കേന്ദ്രമന്ത്രിമാരടക്കം ഉള്ളവരെ അവരവരുടെ ക്യാബിനറ്റുകളിൽ ചെന്ന് കാണുന്നതിനുള്ള അവസരമുണ്ടാവുകയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പരിപാടി പൂർണ്ണമായി വീക്ഷിക്കുവാനും അവസരമുണ്ടായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ജിതേന്ദ്ര സിംഗിൽ നിന്നും അവാർഡ് വാങ്ങുന്നതിന് എൻ്റെ മകന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എൻ്റെ 2ാമത്തെ പുത്രനും അതിൽ വിജയിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അന്ന് സാങ്കേതികമായ ചില കാരണങ്ങളാൽ ഡൽഹിയിൽ പോകാൻ കഴിഞ്ഞില്ല. സാറിൻ്റെ കുടുംബവിശേഷം എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സാറിൻ്റെ അച്ഛനായ ശ്രീ കെട്ടിടത്തിൽ മാധവൻ പിള്ള അവർ ഒരു പ്രശസ്തനായ ഒരു വിഷാചാര്യനായിരുന്നു. അതിൻ്റെ പാരമ്പര്യം താങ്കളായിരിക്കണമല്ലോ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആൾ. ആ ഒരു പാരമ്പര്യം ഇന്നും നിലനിർത്തുന്നുണ്ട്. സാറ് എങ്ങനെയാണ് അതിനെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? എൻ്റെ പിതാവ് ഈ മേഖലയിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിഷഹാരിയായിരുന്നു. അദ്ദേഹം ആയിരക്കണക്കിന് പാമ്പ് കടിയേറ്റവരെ വീട്ടിൽ കിടത്തി ചികിത്സിച്ചും അല്ലാതെയും ഭേദമാക്കി വിട്ടിട്ടുള്ള, നാട്ടിലെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഈശ്വരാനുഗ്രഹത്താൽ ഗുരുത്വത്തിൻ്റെ ഫലമായി കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനും ഞാനും ഇതിനോടകം തന്നെ എൻ്റെ ഈ എളിയ സബരിയ അദ്ദേഹത്തോടൊപ്പം ഒന്നും എനിക്ക് ഒട്ടും ചേർന്ന് വരാൻ പറ്റില്ല. കാരണം അദ്ദേഹം അത്രയും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയാവൂവെങ്കിലും ദൈവീകമുള്ളതുകൊണ്ടും ഗുരുത്വമുള്ളതുകൊണ്ടും കുറച്ച് ചെറിയ ചെറിയ വിഷപ്രയോഗങ്ങൾ വിഷകാരി എന്ന നിലയിൽ നടത്തുവാൻ, അതിന് ശമനമുണ്ടാക്കി കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരിൽ നിന്നും ഒരു പൈസ പോലും ഈടാക്കാതെ അത് ശബരിയായിട്ടാണ് നടത്തുന്നത്. അത് നമ്മളൊരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. ഒരാൾക്കൊരു പുണ്യം കിട്ടുക എന്ന ലക്ഷ്യം മാത്രമേ അതിലുള്ളൂ. ശ്രീകുമാർ സാർ വിദേശ രാജ്യം ജാവയിൽ നിന്ന് എത്തിച്ച വിദേശ ഇനം വാഴകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരു കൊലയിൽ 3-4 കൂമ്പുകൾ ഉള്ള ആ ഒരു വിശേഷത്തെക്കുറിച്ച് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. സാറേ, എന്താണ് ഈ പുതിയ ഇനം വാഴകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ കന്നുകളെത്തിച്ച് സാറ് കൃഷി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. ബഹുമാന്യനായ വാഴച്ചേട്ടൻ എന്നറിയപ്പെടുന്ന പാറശാലയിലെ വിനോദ്, അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ ഏതാണ്ട് 600-ൽ പരം സ്വദേശീയവും വിദേശീയവുമായ വാഴയിനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത ആത്മമിത്രമാണ്. അദ്ദേഹമാണ് എന്നെ ഈ പുതിയ ഇനങ്ങളിൽ കൃഷി ചെയ്യുവാനും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കുവാനും സാഹചര്യം തന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു വാഴ ഇനമാണിത്. ഇത് ജാവയിൽ നിന്നും അദ്ദേഹം കൊണ്ടുവന്ന് പിടിപ്പിച്ച് അതിൻ്റെ ഒരു കന്നെനിക്ക് തന്നതാണ്. ഇത് 10 ഫ്ലവർ എന്നാണ് ഇതിൻ്റെ പേര്. കാരണം അത് 10 കുല കാണും. ചിലതിൽ അപൂർവമായിട്ട് ചിലപ്പം 6-7 ഒക്കെ കാണത്തുള്ളൂ. ഇതിൽ തന്നെ ഇപ്പോൾ ഇത് കരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇതിൽ ഏതാണ്ടൊരു 7 കുല വരെ പൂങ്കുല നമ്മൾ കൂമ്പ് വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് വെട്ടാറായി നിൽക്കുന്ന അവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ മങ്ങി നിൽക്കുന്നത്. നല്ല വർണ്ണാഭമായ, പലരും കണ്ടത് അതിശയപ്പെട്ട ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം രാജകുടുംബത്തിൽ നിന്ന് മട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാഴ
സാറ് വ്യത്യസ്തമായ രീതിയിൽ ഇത് കൃഷി ചെയ്തിരിക്കുകയാണ്. നമുക്ക് അപൂർവമായി ഇത് കാണാൻ പറ്റും. സാറേ, ഇത് എങ്ങനെയാണ് സാറ് കൊട്ടാരത്തിൽ നിന്ന് ഇത് എത്തിച്ചത്? ഇതെനിക്ക് എൻ്റെ വാഴച്ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ തന്നതാണ്. അദ്ദേഹമാണ് എനിക്ക് കൂടുതൽ വാഴ ഇനങ്ങൾ നൽകിയിട്ടുള്ളത്. അതുപോലെ നിലമേലെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്. അദ്ദേഹവും വാഴച്ചേട്ടൻ്റെ ഒരു ശിഷ്യനാണ്. അപ്പോൾ ഇതെനിക്ക് വാഴച്ചേട്ടൻ നേരിട്ടാണ് ആദ്യം തന്നത്. ഇപ്പോൾ നമ്മുടെ പരിസരത്തൊക്കെ അങ്ങും ഇങ്ങുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ വാഴ പഴത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് പഴം പ്രഥമൻ വയ്ക്കുന്നതിന്, പഴം പായസം വയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ വാഴക്കുലയാണിത്. പടറ്റിയുടെ വർഗത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നുണ്ടെങ്കിലും പടറ്റി അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കദളിയുടെയൊക്കെ ഒരു വർഗത്തിൽപ്പെട്ട ഞാലിപ്പിനോട് സാമ്യമുള്ള ഒരിനം വാഴയാണ്. മട്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ കളർ തന്നെ നല്ല കറുപ്പും മഞ്ഞയും കലർന്ന, ഇളം മഞ്ഞ കലർന്ന ആ ഇല കണ്ടാൽ തന്നെ അതിൻ്റെ ആകർഷണീയത വളരെ ഗംഭീരമാണ്. അതുപോലെ ഇത് ഒരുതരം പടറ്റി വാഴയാണ്. ഇത് സാധാരണ പടറ്റി വാഴയുടെ കണ്ടാൽ തന്നെ അറിയാം ഇത് ചെറിയ കുലയെ വീഴും. മറ്റ് പടറ്റി വാഴകളൊക്കെ നല്ല 40 കിലോ ഒക്കെ വലിപ്പമുള്ള കുല വീഴും. ഇതൊരു സൈസ് താളിപ്പടറ്റിയാണ്. ഇത് ചെറിയ മൺകുല്ല കണ്ണാൻ്റെ സ്വാദുള്ള ഒരു വാഴയാണ്. ഇത് ഒരു വിദേശ ഇനമാണ്, താളിപ്പടറ്റി. ഇത് കർപ്പൂരവള്ളി എന്ന് പറയുന്ന ഒരു വാഴയാണ്. പക്ഷെ ഇത് ഈ ഞെരുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് വാഴ ചെറുതായത്. ഇതും വിദേശ ഇനമാണ്, കർപ്പൂരവള്ളി. നല്ല സ്വാദുള്ള, പഴുത്താൽ നല്ല സ്വാദുള്ള ഒരു പഴമാണ് കർപ്പൂരവള്ളി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന മൊന്തൻ ഇനത്തിന്റെ ഒരു ഇനമാണ്. പക്ഷെ ഇത് വിദേശമാണ്. ഇതിന് ആന മൊന്തൻ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു കൊല ഏതാണ്ട് നമ്മൾ 1000 കാപ്പൂവൻ്റെ കണക്കാണ്. എങ്ങനെ പോയാലും ഒരു 1.25 മീറ്റർ നീളം കാണും. വലിയ കായ്കളുമായിരിക്കും. മൊന്തൻ്റെ അതേ രുചി തന്നെയാണ്. പക്ഷേ ഇത് വേറിട്ട ഒരു പ്രത്യേകതയുള്ള ഒന്നാണ്. പക്ഷേ ഈ വിദേശിന വാഴകൾക്കെല്ലാം ഒരു പ്രശ്നമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ നാട്ടിൽ വരുമ്പം ഇതിൻ്റെ വളർച്ചയ്ക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇത് തായ്ലാൻഡിൻ്റെ മൂസ തായ്ലാൻഡ് എന്ന് പറയുന്ന ഒരിനം വാഴയാണ്. ഇതിൻ്റെ ആ ഇലയുടെ ഭംഗി കണ്ട ഇത് പുള്ളികളാണ്. ഇത് പെയിൻ്റ് അടിച്ച് നിർത്തിയേക്കുന്നതൊക്കെ നമുക്ക് കണ്ടാൽ തോന്നും. ഇതിൻ്റെ കുലയും അതുപോലെ തന്നെ വ്യത്യസ്തമാണ്. സാധാരണ കുലകളെല്ലാം താഴോട്ടാണ് കുലയ്ക്കുന്നതെങ്കിൽ ഇത് മുകളിലോട്ടാണ്, നമ്മളെ സൂര്യൻ്റെ ദിശയിലാണ് ഇത് കുലയ്ക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കളറും ഇതേതാണ്ട് ഇതേ കളർ വരുന്ന 2 കളറോട് സാദൃശ്യം. 2 കളർ കാണും ആ കുലയ്ക്ക്. മൾട്ടിപ്പിൾ കളറുള്ള ഒരു കുലയാണ് ഇത്. വളരെ ആകർഷകമായി വളർത്താൻ പറ്റിയ ഒരു ഇനമാണ്. ഇതും എനിക്കൊരു വിദേശിയുടെ സഹായത്താൽ കിട്ടിയ വാഴയാണ്. തായ്ലാൻഡിൻ്റെ വാഴയാണിത്, മൂസ തായ്ലാൻഡ്. കൃഷിയിൽ ഏറ്റവും പൊക്കത്തിൽ കാണപ്പെടുന്ന ഒരു വാഴയാണ്. ഇതിന് പല പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ കളർ തന്നെ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ഈ പോളകൾ നോക്കുമ്പോൾ തന്നെ അറിയാം, പല വർണ്ണങ്ങളിലാണ് ഇതിൻ്റെ പോളകൾ കാണപ്പെടുന്നത്. ഇതിൻ്റെ കുല ഭക്ഷ്യയോഗ്യമാണ്. വളരെ പൊക്കത്തിൽ പോയിട്ട് പടറ്റിക്ക് സദൃശമായ നീണ്ട ചങ്ങലയുടെ വലിപ്പത്തിൽ അതിൻ്റെ കാമ്പ് താഴോട്ട് വന്നിട്ട് കുല വീഴുന്ന ഒരിനമാണ്. അതിൻ്റെ പൂങ്കുലയ്ക്കും നല്ല വ്യത്യാസമുണ്ട്. സാധാരണ കുലയുടെ ആകൃതിയല്ല. പിന്നെ ഇതിൻ്റെ ഇല ഉണക്കി എടുത്താൽ നമുക്ക് ശരീരത്ത് സോപ്പിന് പകരം ഇത് കഴുകാൻ ഉപയോഗിക്കാം. അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് സോപ്പിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം മതി. അങ്ങനെയുള്ള ഒരു ഇനമാണിത്. ഇത് ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. വളരെ പൊക്കമുള്ള, ഇത് ഏണിയൊക്കെ ചാരി ഇതിൻ്റെ കൊല വെട്ടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇത്ര പൊക്കമുള്ള ഒരിനം വാഴയാണിത്. ഈ വാഴ പടറ്റിയുടെ വർഗത്തിൽപ്പെട്ട തമിഴ്നാട്ടിലെ മലയോര മേഖലകളിൽ കാണപ്പെടുന്ന ഒരു വാഴയാണ്. ഇതിന് വിരൂപാക്ഷി എന്നാണ് പറയുന്നത്. ഇത് സാമാന്യം പൊക്കത്തിൽ പോയി ഒരിടത്തരം കൊലകൾ വീഴുന്ന ഒരിനം വാഴയാണ്. ഈ വാഴയുടെ പഴം ഉപയോഗിച്ചാണ് പളനി ക്ഷേത്രത്തിലെ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രസിദ്ധമാണ്. ഇത് ഏറ്റവും വ്യാപകമായി നമുക്ക് പളനിയിൽ പോകുമ്പോൾ കാണാം. അതിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ കൂടുതൽ ദിവസം കൃഷി ചെയ്തിരിക്കുന്നത് ഈ വാഴയാണ്. ഇത് വിരൂപാക്ഷി. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരിനം വാഴയാണ്. ഇത് പിടിച്ചു കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് വംശനാശം
വന്നു പോകും. കാരണം ഇത് വനത്തിലെ കാലാവസ്ഥയിൽ ഇത് വളരുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വിദേശത്തു നിന്നും കൊണ്ടുവന്ന ഒരു വാഴയാണ്. കണ്ടാൽ ഇത് കപ്പ വാഴയെന്ന് തോന്നും. പക്ഷെ ഇത് അവിടുത്തെ ഒരു റെഡ് ബനാന എന്ന് വിളിക്കുന്ന അവരുടെ ഒരു വാഴയാണ്. പക്ഷെ നമ്മുടെ കപ്പക്കുലയിൽ നിന്നും കുലയുടെ ആകൃതിയിൽ വ്യത്യാസമുണ്ട്. നമ്മളെ കപ്പക്ക മുഴുത്ത് ഉരുണ്ടിരിക്കുമെങ്കിൽ ഇത് അല്പം കൂടി ഞെരിഞ്ഞ് മടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമാണ്. പക്ഷെ വലിയ കുലകൾ വീഴും, ഭക്ഷ്യയോഗ്യമാണ്, വിപണിയിലും ഇവിടെ സാധ്യത ഉള്ളതാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് അപൂർവമാണ്. ഇതങ്ങനെ അധികം ആരും ഇവിടെ കൃഷി ചെയ്തിട്ടില്ല. വാഴച്ചേട്ടനെ പോലെയുള്ളവർ മാത്രമേ ഇത് കൃഷി ചെയ്തിട്ടുള്ളൂ. ഉദയം എന്ന് പറയുന്ന ഒരു വാഴയാണ്. ഇതിവിടെ ഇച്ചിരി ചോലയുള്ളത് കൊണ്ടാണ് ഈ വാഴ കുല ചെറുതായി പോയത്. ഇത് അതിഭയങ്കരമായ കുല വീഴുന്നതാണ്. നല്ല നീളമുള്ള ഉദയം എന്ന് പറയുന്ന ഒരു ഇനമാണ് ഉദയം. ഇത് നമ്മുടെ വിദേശ ഇനം എന്ന് പറയാൻ പറ്റില്ല. വിദേശത്തെ ഒരു വാഴ ഇനം നമ്മുടെ പഴയ വെള്ളപ്പാളയംതോടനും വേറൊരു വാഴയും കൂടി സങ്കരം നടത്തി നമ്മുടെ കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്ത ഒരു ഇനമാണ് ഉദയം. തായ്ലാൻഡിൻ്റെ വാഴയാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സമ്മട്ടി എന്ന് പറയുന്ന ചെങ്കതളിയോട് സാദൃശ്യമുള്ള ഒരിനം വാഴയാണ്. ഇത് പിസാങ്ക് ലിൻ എന്ന് പറഞ്ഞ കാവേരിയുടെ വേറൊരു കളറിൽ, ഇത് 2-3 കളറിൽ കാണപ്പെടും. ഇതിൻ്റെ കാ വളരെ പ്രസിദ്ധമാണിത്. ഇതിൻ്റെ കാഴ്ച തന്നെ വളരെ ഗംഭീരമാണ്. ഇതിലധികം വലിയ കുലകൾ വീഴാറില്ല, ചെറിയ കുലകളെ വീഴാറുള്ളൂ. ഇതും വിദേശമാണ്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. മഞ്ഞളിച്ച ചുവന്ന കളറിലുള്ള ഒരിനം വാഴയാണിത്. ആസാമിൽ നിന്ന് കൊണ്ടുവന്ന ഒരിനം നമ്മുടെ റോബസ്റ്റയുടെ വർഗത്തിൽപ്പെട്ട, കണ്ടാൽ ഇത് റോബസ്റ്റാണ് ഇരിക്കും, പക്ഷെ ഇത് റോബസ്റ്റ അല്ല. ഇത് നല്ല വണ്ണത്തിൽ പോകും. ഇതിവിടെ ചോലയായി പോയത് കൊണ്ടാണ്, ഈ വച്ചലും സ്ഥലം പ്ലാവിൻ്റെ കീഴിലായതുകൊണ്ട് ഇതിൻ്റെ വണ്ണം കുറഞ്ഞു. എന്നാൽ തന്നെ ഇപ്പോൾ സാധാരണയിൽ കൂടുതൽ ഇതിന് വണ്ണമുണ്ട്. ഇത് കൊലയും അതുപോലെ തന്നെ റോബസ്റ്റയുടെ വർഗത്തിൽപ്പെട്ട മഞ്ഞ കളറിലുള്ള, അത് പഴുത്താൽ നല്ല മഞ്ഞ കളറാകും പഴം. അങ്ങനെയുള്ള ഒരു റോബസ്റ്റ വാഴയാണ്. റോബസ്റ്റയുടെ ഇനത്തിൽപ്പെട്ട, റോബസ്റ്റ എന്ന് പറയാൻ പറ്റില്ല, കാവൻഡിഷ് ഇനത്തിൽപ്പെട്ട ഒരു വാഴയാണ്. അത് ആസാമിൽ നിന്നാണ് വാഴച്ചേട്ടൻ കൊണ്ടുവന്നിട്ട് അദ്ദേഹമാണ് എനിക്ക് ഇതിൻ്റെ ഒരു തൈ തന്നത്. കുമാർ സാറിനെ കുറിച്ച് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അത് ഇനി നമുക്ക് മറ്റൊരു അവസരത്തിലാകാം. സാക്ഷി ടി വിക്ക് വേണ്ടി വിജയൻപിള്ള കുരിയോട്.